ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രണ്ടാം ഘട്ടത്തിൽ 88 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് അവസാനിച്ചു. 6 മണിവരെ ക്യൂവിലുണ്ടായിരുന്നവർക്ക് വോട്ട് ചെയ്യാൻ അവസരം. കേരളത്തിൽ വോട്ടെടുപ്പ് സമാധാനപരം. പ്രാഥമിക കണക്കനുസരിച്ച് 67.27% പോളിംഗ്. വിജയപ്രതീക്ഷയിൽ 3 മുന്നണികളും. 5ാം ഘട്ടത്തിൽ 49 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ എല്ലാ വോട്ടുകളും വിവിപാറ്റുമായി ഒത്തുനോക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജികൾ സുപ്രീം കോടതി തള്ളി. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രണ്ടാം ഘട്ടത്തിൽ 88 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് അവസാനിച്ചു. കേരളത്തിന് പുറമെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന കർണാടക, പശ്ചിമബംഗാൾ തുടങ്ങി 11 സംസ്ഥാനങ്ങളിലും ജമ്മു കശ്മീരിലും വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. ഔദ്യോഗിക കണക്ക് പ്രകാരം കർണാടകയിലെ 14 മണ്ഡലങ്ങളിൽ 5 മണിവരെ 63.9% പേർ വോട്ട് രേഖപ്പെടുത്തി. പശ്ചിമബംഗാളിലെ 3 മണ്ഡലങ്ങളിൽ 71.84% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 13 മണ്ഡലങ്ങൾ ജനവിധി എഴുതുന്ന രാജസ്ഥാനിൽ 73% ഇതുവരെയുള്ള പോളിംഗ്. മഹാരാഷ്ട്രയിൽ 53.51%, ഉത്തർപ്രദേശിൽ 52.74% പേർ വോട്ട് രേഖപ്പെടുത്തി. മധ്യപ്രദേശിൽ 6 നടന്ന പോളിംഗിൽ 54.83% പേരാണ് വോട്ട് ചെയ്തത്. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കശ്മീരിലെ ജമ്മു മണ്ഡലത്തിൽ ഇതുവരെ 67.22% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഔട്ടർ മണിപ്പൂർ മണ്ഡലത്തിൽ 76.06% ഇതുവരെയുള്ള പോളിംഗ്. 3 മണിവരെയുള്ള കണക്ക് പ്രകാരം ബീഹാറിൽ 53.03%, ഛത്തീസ്ഗഡിൽ 72.13%, അസമിൽ 70.66%, ത്രിപുരയിൽ 77.53% പോളിംഗ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് അവസാനിച്ചു. വൈകുന്നേരം 6 മണിവരെ ക്യൂവിലുള്ളവർക്ക് പോളിംഗിന് അവസരം ഒരുക്കിയിട്ടുണ്ട്. പ്രാഥമിക കണക്കനുസരിച്ച് സംസ്ഥാനത്ത് 67.27% പോളിംഗ് രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമാണ്. ചിലയിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാറ് മൂലം പോളിംഗ് അല്പസമയം തടസ്സപ്പെട്ടെങ്കിലും ഇവ ഉടൻ തന്നെ പരിഹരിച്ച് വോട്ടെടുപ്പ് പുനരാരംഭിക്കുകയായിരുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിൽ 64.4% പേരും ആറ്റിങ്ങലിൽ 67.62% പേരും വോട്ട് രേഖപ്പെടുത്തി. കൊല്ലത്ത് 65.33%, പത്തനംതിട്ടയിൽ 62.08%, മാവേലിക്കരയിൽ 64.27%, ആലപ്പുഴയിൽ 70.9% പോളിംഗ് നിരക്ക്. കോട്ടയത്ത് 64.14% വോട്ടർമാരും ഇടുക്കിയിൽ 64.57% പേരും വോട്ട് ചെയ്തു. എറണാകുളത്ത് 65.53%, ചാലക്കുടിയിൽ 69.05%, തൃശൂരിൽ 68.71% വോട്ടിംഗ് നിരക്ക്. മലപ്പുറത്ത് 67.12%, പൊന്നാനിയിൽ 63.39%, പാലക്കാട് 69.45%, ആലത്തൂരിൽ 68.89% പേർ വോട്ട് ചെയ്യാനെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പോളിംഗ് ശതമാനത്തിൽ ശുഭപ്രതീക്ഷയിലാണ് 3 മുന്നണികളും. പ്രാഥമിക വിവരമനുസരിച്ച് 67.27% പോളിംഗ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. 2019 ഇത് 77.84% ഈ തെരഞ്ഞെടുപ്പിൽ LDFന് ചരിത്ര വിജയം ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 20 ലോക്സഭാ മണ്ഡലങ്ങളും UDF നേടുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. കേരളത്തിലെ ജനങ്ങൾ ആദ്യമായി വികസനത്തിനു വേണ്ടി വോട്ട് ചെയ്യുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. LDFന്റെ സിറ്റിംഗ് സീറ്റായ ആലപ്പുഴയിൽ ഇതുവരെയുള്ള കണക്കനുസരിച്ച് 70.9% പോളിംഗ് രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തെ പോലെ പോളിംഗ് നടന്നില്ല. എങ്കിലും തീരദേശത്തെ പോളിംഗ് നിലവാരത്തിൽ കാര്യമായ കുറവും ഉണ്ടായിട്ടില്ല. തീരദേശ ഗ്രാമങ്ങൾക്ക് മുൻതൂക്കമുള്ള ആലപ്പുഴ, ചേർത്തല, അമ്പലപ്പുഴ എന്നീ നിയോജക മണ്ഡലങ്ങളാണ് കൂടുതൽ പോളിംഗ് നടന്നത്. അതിനാൽ 3 മുന്നണികളും ആശങ്കയിലാണ്. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലും കഴിഞ്ഞ തവണത്തെ പോലുള്ള പോളിംഗ് നടന്നില്ല. 3 മുന്നണികളുടെയും ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് വളരെ കുറഞ്ഞിട്ടുണ്ട്. അതിനാൽ 3 മുന്നണികളും ഇവിടെ ആശങ്കയിലുമാണ്. വോട്ടെടുപ്പിന് കാലതാമസം നേരിട്ടത് ആലപ്പുഴ ജില്ലയിലെ വോട്ടർമാരെ വിഷമത്തിലാക്കി. പോളിംഗ് ബൂത്തുകളിൽ ഏറെ നേരം കാത്തുനിന്ന ശേഷമാണ് വോട്ട് രേഖപ്പെടുത്താൻ പലർക്കും കഴിഞ്ഞത്.
രണ്ട് കേരള കോൺഗ്രസുകാർ മത്സരിക്കുന്ന മണ്ഡലമാണ് കോട്ടയം. രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്ന മണ്ഡലമായ കോട്ടയത്ത് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 64.14% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. മണ്ഡലത്തിൽ സ്ത്രീ വോട്ടർമാരാണ് കൂടുതലെങ്കിലും വോട്ടെടുപ്പിൽ പുരുഷന്മാരുടെ പങ്കാളിത്തമാണ് കൂടുതലുണ്ടായിരുന്നത്. കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു. കോട്ടയത്ത് വോട്ടെടുപ്പ് സുഗമവും സമാധാനപരവുമായിരുന്നു. താരതമ്യേന മികച്ച പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയെങ്കിലും 2019 75.44% എത്താൻ കഴിഞ്ഞില്ല. LDF, UDF മുന്നണികളിലായി രണ്ട് പ്രബല കേരള കോൺഗ്രസ് വിഭാഗങ്ങളുടെ സ്ഥാനാർത്ഥികളും NDA സ്ഥാനാർത്ഥിയായി BDJS അധ്യക്ഷനും മത്സരത്തിനിറങ്ങിയ കോട്ടയത്ത് നടന്ന ശക്തമായ ത്രികോണ മത്സരത്തെ പ്രതിഫലിപ്പിക്കുന്നതായി മികച്ച പോളിംഗ്. സിറ്റിംഗ് MP പ്രതിനിധീകരിച്ചിരുന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റവും കേരള കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും കാലുമാറ്റങ്ങളും തുടർന്നുള്ള വാഗ്വാദങ്ങളും 2019 അപേക്ഷിച്ച് പോളിംഗ് ശതമാനം കുറയാൻ കാരണമായതായി വിലയിരുത്തപ്പെടുന്നു. പാലക്കാട്, ആലത്തൂർ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന പാലക്കാട് ജില്ലയിൽ കനത്ത ചൂടിനെ അവഗണിച്ച് കനത്ത പോളിംഗ് രേഖപ്പെടുത്തി. ഗോത്രവർഗ മേഖലയായ അട്ടപ്പാടിയിലും ശക്തമായ പോളിംഗ് രേഖപ്പെടുത്തി. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ പാലക്കാട് 69.45%, ആലത്തൂരിൽ 68.89% പോളിംഗ് രേഖപ്പെടുത്തി. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ഉച്ചവരെ രണ്ട് മണ്ഡലങ്ങളിലെയും ബൂത്തുകളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇടയ്ക്ക് തിരക്ക് കുറഞ്ഞെങ്കിലും 4 മണിക്ക് ശേഷം ബൂത്തുകൾ വീണ്ടും സജീവമായി. വോട്ടിംഗ് സമയം അവസാനിച്ചിട്ടും ചില ബൂത്തുകളിൽ വോട്ടെടുപ്പ് തുടർന്നു. ഗോത്രമേഖലയായ അട്ടപ്പാടിയിലും നല്ല പോളിംഗ് ആണ് ഉണ്ടായത്. ഇന്നും ജില്ലയിൽ കനത്ത ചൂടാണ് അനുഭവപ്പെട്ടത്. അതിനിടെ ജില്ലയിൽ 2 വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിൽ കുഴഞ്ഞു വീണ് മരിച്ചു. വോട്ടർമാരും പോളിംഗ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 21 പേർ പോളിംഗിനിടെ ഉണ്ടായ അസ്വസ്ഥതകളുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. മലബാർ മേഖലയിലെ സുപ്രധാന മണ്ഡലമായ കോഴിക്കോട് 6-10 വരെയുള്ള കണക്കനുസരിച്ച് 68.86% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഏറെ രാഷ്ട്രീയ ശ്രദ്ധ നേടിയ വടകര മണ്ഡലത്തിൽ 69.04% പോളിംഗും രേഖപ്പെടുത്തി. ഇരു മണ്ഡലങ്ങളുടെയും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമാധാനപരമാണ്. കാര്യമായ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. വൈകിട്ടും പലയിടങ്ങളിലും തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. 2019 82.48% വടകര പോളിംഗ്. കോഴിക്കോട് മണ്ഡലത്തിൽ 81.46% രാവിലെ തന്നെ ജില്ലയിൽ സ്ഥാനാർത്ഥികളും നേതാക്കളും വോട്ടുകൾ രേഖപ്പെടുത്തി. വടകര മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന് പാലക്കാടും LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്ക് കണ്ണൂരിലും ആയിരുന്നു വോട്ട്. NDA സ്ഥാനാർത്ഥി CR പ്രഫുൽകൃഷ്ണൻ വടകര കടമേരി LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. പ്രശ്നബാധിത ബൂത്തുകളിൽ കനത്ത സുരക്ഷയിലാണ് വോട്ടെടുപ്പ് നടന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിച്ചു. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 ലോക്സഭാ സീറ്റുകളിലേക്കാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഉത്തർപ്രദേശിലെ 14 സീറ്റുകളിലും മഹാരാഷ്ട്രയിലെ 13 സീറ്റുകളിലും പശ്ചിമബംഗാളിലെ 7 സീറ്റുകളിലും ഒഡീഷയിലെയും ബീഹാറിലെയും 5 സീറ്റുകളിലും ഝാർഖണ്ഡിലെ 3 സീറ്റുകളിലും ജമ്മുകശ്മീരിലെ 1 ലഡാക്കിലുമാണ് 5ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വരും ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതം. പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ വിവിധ സ്ഥലങ്ങളിൽ പ്രചാരണത്തിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ മാൾഡയിലും ബീഹാറിലെ മുൻഗേരിയിലും അരരിയയിലും പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. രാജ്യത്തിന്റെ നയതന്ത്ര സാമ്പത്തിക വികസനത്തിന് വഴിതെളിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് ശ്രീ മോദി പറഞ്ഞു. ഉത്തർപ്രദേശിലെ ബറേലിയിൽ പ്രധാനമന്ത്രി റോഡ് ഷോയിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ബറേലിയിലും മൊറാദാബാദിലും പ്രചാരണം നടത്തി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കർണാടകയിലെ ബിജാപൂർ ലോക്സഭാ മണ്ഡലത്തിലുള്ള വിജയപുരയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വിവരങ്ങൾ വിവിപാറ്റ് സ്ലിപ്പുകളുമായി 100% ഒത്തുനോക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി തള്ളി. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് തീരുമാനം. വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ച വിവരങ്ങൾ കണക്കിലെടുത്താണ് ഉത്തരവ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സ് മത്സരം. ടോസ് നേടിയ പഞ്ചാബ് കിങ്സ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. നിലവിൽ പോയിന്റ് പട്ടികയിൽ കൊൽക്കത്ത 2ാമതും പഞ്ചാബ് 9ാം സ്ഥാനത്തുമാണ്. ഒരു ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിനെത്തിയ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ദേശീയ സംസ്കൃത സർവകലാശാലയിൽ നടന്ന ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്തു. തിരുപ്പതി ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് അദ്ദേഹം സംസ്കൃത സർവകലാശാലയിലെത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 2ാം ഘട്ടത്തിൽ 88 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് അവസാനിച്ചു. 6 മണിവരെ ക്യൂവിലുണ്ടായിരുന്നവർക്ക് വോട്ട് ചെയ്യാൻ അവസരം. കേരളത്തിൽ വോട്ടെടുപ്പ് സമാധാനപരം. പ്രാഥമിക കണക്കനുസരിച്ച് 67.27% പോളിംഗ്. വിജയപ്രതീക്ഷയിൽ 3 മുന്നണികളും. 5ാം ഘട്ടത്തിൽ 49 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ എല്ലാ വോട്ടുകളും വിവിപാറ്റുമായി ഒത്തുനോക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജികൾ സുപ്രീം കോടതി തള്ളി. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.